Hello friends, welcome to Electron College. We will discuss control system continuation topics. Root locus finish. Magnitude response frequency domain. Frequency domain concept discuss. Okay. So first we will cover the second order system. Okay, second order system. In case of second order system, what all we need to know? Heading first, second order system. Second order system. Second order system first we will T of S. T of S equal to omega n square divided by S square plus 2 dou omega n S plus omega n square. This is the frequency response. S is j omega. So you will be getting omega n square divided by j omega the whole square plus 2 dou omega n into S in j omega plus omega n square. That will be equal to omega n square divided by omega n square minus omega square. This j square minus 1 plus 2 dou j dou omega n into omega. Okay. Now this is our T of j omega equation. Omega n square divided by omega n square minus omega square plus 2j dou omega n into omega. Then you divide by omega n square. This term omega n square divided, you will be getting T of j omega equal to 1 divided by 1 minus omega by omega n the whole square plus 2j dou omega by omega n. 2j dou omega by omega n ennu kittum. Clear? Idinte you take this omega by omega n as u. Then u aayittu edukka. Anganeyanengil your T of ju will be equal to 1 divided by 1 minus u square. We u represent ju okay. Plus 2j dou u. Then this is T of ju equal to 1 divided by 1 minus u square plus 2j dou u ennulla equation orka. Adile u ennu parayunnathu omega by omega n. ഇതിൻ്റെ നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ മാത്രം എടുക്കുമ്പോൾ മോഡുലസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ you will be getting root of 1 minus u square the whole square plus 4 dou square u square. ശരിയല്ലേ? 2 dou u in the square 4 dou square u square. This is the magnitude in the value. Any angle of TUJ will be minus of. Minus of tan inverse of you will be getting 2 dou u divided by 1 minus u square. This is the response. Magnitude response and phase response. Okay. So ഓർത്ത് വയ്ക്കുക, ഈ എഴുതിയതാണ് നിങ്ങളുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഇതാണ് നിങ്ങളുടെ ഫേസ് റെസ്പോൺസും. ഓക്കെ, ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പഠിക്കുന്ന രീതിയിൽ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതും നമുക്ക് പ്രോബ്ലങ്ങളിൽ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇക്വേഷനുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇനി അങ്ങോട്ടേക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് മാത്രം വരയ്ക്കുമ്പോൾ you will be getting
ടി ഓഫ് ജെ യു, ടി ഓഫ് ജെ യുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് നമ്മൾ കെ എന്ന് നമുക്ക് വിളിക്കാം. അപ്പം ടി ഓഫ് ജെ യുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുവാണെങ്കിൽ കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒരു ഡി സി ഗെയിൻ നമ്മൾ കൊടുക്കുകയാണ്. നേരത്തെ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ എന്നായിരുന്നു. അവിടെ നമ്മളൊരു ഡി സി ഗെയിൻ കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ യു ക്യാൻ റൈറ്റ് കെ ഡിവൈഡഡ് ബൈ ദിസ് കെ ഈസ് കോൾഡ് ദ ഡി സി ഗെയിൻ. ഈ കെ ആണ് നമ്മുടെ എന്ത് ഡി സി ഗെയിൻ. ഡി സി ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സീറോ ഫ്രീക്വൻസിയിലുള്ള ഗെയിൻ. സീറോ ഫ്രീക്വൻസിയിലുള്ള ഗെയിനാണിത്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മളിപ്പം ഗെയിന് 1 ആക്കാമെന്ന് വിചാരിക്കും. ഗെയിന് 1, അപ്പോൾ ഗെയിന് 1 ഇൻ ദ കേസ് ഓഫ് ഡി സി ഗെയിൻ ആക്കുവാണെങ്കിൽ ഈ കെൻ്റെ വാല്യൂ എന്താവും? 1 ആവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഫൈൻ. ഇനി ഇതിനെ നമ്മൾ ഡെസിബലിലേക്ക് മാറ്റുന്നു എന്ന് വിചാരിക്കുക. ഇൻ ഡെസിബലിലേക്ക് നമ്മളിതിനെ മാഗ്നിറ്റ്യൂഡിനെ എം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഗെയിൻ ഇൻ ഡെസിബൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി ബി എന്നുള്ള ലെവലിലാണ്. ഓക്കെ, എം ഡി ബി ഈക്വൽ ടു 20 log 10 ടി ഓഫ് ജെ യു എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. ഈ ടി ഓഫ് ജെ യു എന്ന് പറയുന്നത് ഇഫ് നമ്മളതിനെ കെ കൊണ്ട് നമ്മളതിനെ ഇക്വേറ്റ് ഇൻ ദ സെൻസ് നമ്മൾ അവിടെ എടുക്കുന്ന ഗെയിൻ, അതായത് സീറോ ഫ്രീക്വൻസിയിൽ ഗെയിന് 1 എന്നുള്ള ലെവലിൽ എടുക്കുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 20 log 10 കെ. നമ്മളിവിടുത്തെ ഗെയിന് 10 ആണ് എന്നുള്ള ലെവലിൽ ബാക്കിയൊന്ന് കൺസിഡർ ചെയ്യുമെങ്കിൽ യു ക്യാൻ റൈറ്റ് ജസ്റ്റ് കെ. ഓക്കെ, അപ്പം അത് അവിടെ നിൽക്കട്ടെ. ഈ ടി ഓഫ് ജെ യുക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 2 തരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്? ഇതിപ്പോൾ നമ്മൾ ഈ ടി ഓഫ് അത് നമുക്ക് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ടിക്ക് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20 log 10 ടു ദ ബേസ് കെ. ശരിയാണല്ലോ, അത് ന്യൂമറേറ്ററിലുള്ള മൈനസ് ഈ മൊത്തം വാല്യൂ വരില്ലേ. അപ്പോൾ ആ മൊത്തം വാല്യൂ എന്ന് പറഞ്ഞാൽ 20 log 10 നിങ്ങൾ ഈ വാല്യൂ അതാണ് 1 മൈനസ് യു സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഡോ സ്ക്വയർ യു സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ്. ഇങ്ങനെ നമുക്ക് എഴുതാം. ക്ലിയർ? 20 log k മൈനസ് 20 log 10 ഈ വാല്യൂ. കാരണം ഇതിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം പിന്നെ ഈ ലോഗിൽ എ ബൈ ബി, ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ഓക്കെ, ആ പ്രോപ്പർട്ടി പ്രകാരമാണ് നമുക്കിങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റിയത്. ലോഗ് എ എന്ന് പറയുമ്പോൾ ലോഗ് കെ മൈനസ് ലോഗ് ബി എന്ന് പറയുമ്പോൾ ഈ വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് 20 log k എന്നുള്ള ലെവലിൽ വന്നത്. ഇനി നമ്മളതൊരു ഈ പറഞ്ഞ പോലെ എം ഡി ബിനെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് വിചാരിക്കും. വിത്ത് റെസ്പെക്ട് ടു യു എം ഡി ബിനാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മളുടെ ഗെയിൻ എത്രയാണ് വരിക? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദിസ് ഈസ് യുവർ ലോഗ് 10 കെ. ഇതിനാണ് നമ്മൾ ലോഗ് 10 കെ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനിയിപ്പം സപ്പോസ് ഇഫ് K1, ഇവിടുത്തെ കേസിൽ ഇപ്പോൾ K1 ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? K1 ആണ് വിത്ത് റെസ്പെക്ട് ടു എം ഡി ബി. K1 ആണെങ്കിൽ ഇവിടെ K1 കൊടുക്കും. K1 കൊടുത്തതിന് ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഫിഗർ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ കാരണം ഇവിടെ 0 dB ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിഗറാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങൾക്ക് 2 വാല്യൂകൾ കിട്ടും. അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസാണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഹെഡിങ് ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിനെ കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിൽ ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഗ്രാഫ് എങ്കിൽ ഇതിനെ UR എന്ന് വിളിക്കും. ഓക്കെ, UR. ക്ലിയർ? അതായത് റെസണൻസ് ഒക്കെ ചെയ്യുന്നത് ആ സമയത്താണെന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ്. ഇനി ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്തതിന് ഇവിടെ ഒരു പീക്ക് വാല്യൂ വന്നിട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ MR എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം UR അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഇത് നമ്മൾ ഒമേഗ ഗ്രാഫിലാണ് കാണുന്നതെന്നിരിക്കും. ഇനി ഈ ഗ്രാഫ് നിങ്ങൾ വിട്ടേക്ക് URന് പകരം നമ്മൾ ഒമേഗ
ലാണ് കാണുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കതിനെ ഒമേഗ ആർ എന്ന് വിളിക്കാം. അപ്പോൾ വി ആർ ഡിഫൈനിങ് എ ടേം റെസണൻറ്റ് ഫ്രീക്വൻസി. ആ റെസണൻസ് ഫ്രീക്വൻസിയാണ് ഒമേഗ ആർ. ക്ലിയർ? അതായത് ഈ ഫ്രീക്വൻസി തന്നെയാണ്, അതിനാണ് റെസണൻസ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെസണൻസ് ഫ്രീക്വൻസി ഇറ്റ് ഈസ് ദ frequency at which the peak value of ഇതിൻ്റെ എൻഡിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനുകളാണ് പഠിക്കാനുള്ളത്, നമുക്കിപ്പോൾ വരും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ പീക്ക് വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഒക്കേഴ്സ്. പീക്ക് വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഒക്കേഴ്സ്. ക്ലിയർ? അപ്പോൾ പീക്ക് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എം ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. യു ഡിഫറൻഷ്യേറ്റ് ഡി ബൈ ഡി യു ഓഫ് ടി ഓഫ് ടി ജെ യു ഈക്വൽ ടു 0ലേക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ടി ഓഫ് ജെ യു കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഈ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെയാണല്ലോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ആ ഡിനോമിനേറ്ററിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ d by du of 1 minus u square the whole square plus 4 dou square u square equal to 0 എന്ന് ചെയ്യുക. You will be getting 2 into 1 minus u square into minus 2u plus 8 dou square u square equal to 0. You will be getting an equation like 8 dou square u equal to 4u into 1 minus u square. Then u square equal to 1 minus 2 dou square എന്ന് കിട്ടും. That is u equal to root of 1 minus 2 dou square. ഇത് ഓർത്ത് വയ്ക്കുക, u equal to 1 minus 2 dou square. ആക്ച്വലി u ആരാ? ഒമേഗ ബൈ ഒമേഗ എൻ അല്ലേ? നമ്മളിവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസണൻസ്. അപ്പോൾ ഒമേഗ ആർ ബൈ ഒമേഗ എൻ. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 minus 2 dou square. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഒമേഗ ആർ ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു 1 minus 2 dou square. So this is your value ഒമേഗ ആർ. ഇതിനെയാണ് നമ്മൾ റെസണൻസ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. സോ ഒമേഗ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസണൻസ് ഫ്രീക്വൻസി. ഒമേഗ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി. സോ ഒമേഗ ആർ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 minus 2 dou square. ഓക്കെ, ഇനി ഒമേഗ ആറ് റിയൽ വാല്യൂ കിട്ടും. എപ്പോഴാണ് റിയൽ വാല്യൂ കിട്ടുക? ഇതിൻ്റെ അകത്തുള്ള സാധനം 1 minus 2 dou square എന്താ മതി? ഗ്രേറ്റർ ദാൻ 0 ആയാൽ പോരെ, ശരിയല്ലേ? ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം, അല്ലെങ്കിൽ 1 greater than 2 dou square എന്നാവാം, അല്ലേ? അതായത് ഇത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ 1 minus 2 dou 1 greater than 2 dou square, അതായത് 1/2 greater than 2 dou square, അല്ലെങ്കിൽ dou square less than 1/2. ദാറ്റ് മീൻസ് dou should be less than 1/√2. അപ്പോൾ നമുക്ക് പറയാം ഈ വാല്യൂ റിയൽ ആവണമെന്ന് പറയുന്നെങ്കിൽ ഐദർ 1 minus 2 dou square less than 0 ആവണം, അല്ലെങ്കിൽ dou less than 1/√2 ആവണം. ദാറ്റ് മീൻസ് യുവർ ആംഗിൾ ഇഫ് 0 less than dou less than 1/√2 ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ റെസണൻസ് പീക്ക് ഒക്കേഴ്സ്. ക്ലിയർ? ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് റെസണൻസ് പീക്ക് ഒക്കർ ചെയ്യുന്നുള്ളൂ. കാരണം അവിടെ മാത്രമേ നമുക്ക് ഒമേഗ ആർ കിട്ടുന്നുള്ളൂ. ആ ഒമേഗ ആർ കിട്ടുന്നതാണ് നമ്മുടെ റെസണൻസ് ഫ്രീക്വൻസി. ഇനി ആ ഒമേഗ ആറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ റെസണൻസ് പീക്ക് വാല്യൂ ആയ എം ആർ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എം ആർ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, നിങ്ങളുടെ ഡോ ഷുഡ് ബി ലെസ് ദാൻ 1/√2. ദാറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഷുഡ് ബി 0 ലെസ് ദാൻ ഡോ ലെസ് ദാൻ 1/√2. ഇവിടെയാണ് റെസണൻസ് പീക്ക് ഓക്കർ ചെയ്യുന്നത്. ഇനി ഇഫ് യുവർ ഡോ ഇസ് ഗ്രേറ്റർ ദാൻ 1/√2 എന്ന് വിചാരിക്കും, ഇവിടെ നോ റെസണൻസ് ഒക്കേഴ്സ്. ഈ ഒരു പോയിന്റിൽ എന്തും ഒക്കർ ചെയ്യില്ല, റെസണൻസ് ഒക്കർ ചെയ്യില്ല. ക്ലിയർ? അതായത് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, ഇഫ് യു ആർ പ്ലോട്ടിങ് എ ഗ്രാഫ് ലൈക്ക് ദിസ്, ദെൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നമ്മൾ ടി ഓഫ് ജെ യു വിത്ത് റെസ്പെക്ട് ടു യു ആണ് കാണുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് ഇതാണല്ലോ നമ്മളെ ജനറലി ഉള്ള ഗ്രാഫ്, ശരിയല്ലേ? ഇപ്പോൾ സപ്പോസ് ഇത് ഡോ 0.4 വിചാരിക്കും. ഞാൻ ഇതേ വാല്യൂ തന്നെ വേറെ കാണുന്നു.
ഇതെൻ്റെ ഡോ 0.6 വരിക. Again you will be getting a value dou equal to 0.8. Clear? Dou equal to 0.8. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത് റെസൊണൻസ് പീക്ക് ഒക്കർ ചെയ്യാനുള്ള വാല്യൂ. അത് എത്രയായിരിക്കണം? 1/√2. 1/√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.707. അപ്പോൾ ഈ വാല്യൂ 0.707 ആയിരിക്കണം. അതിൻ്റെ മുകളിലേക്കാണ് ഇത്. ശരിക്കും പീക്ക് കുറച്ച് മുകളിലേക്ക് വേണം. അതായത് ഇതിൻ്റെ മുകളിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റെസൊണൻസ് ഒക്കർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 പീക്ക് വാല്യൂകൾ കിട്ടുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ പീക്ക്, പിന്നൊന്ന് ഇതിൻ്റെ പീക്ക്. ശരിയല്ല? അപ്പം ഡോ 0.4 ആകുമ്പോൾ ഇവിടെ, 0.6 ആകുമ്പോൾ ഇവിടെ, 0.8 ആകുമ്പോൾ ഇവിടെ. അതായത് നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇഫ് യുവർ ഡോ ഇൻക്രീസസ്, നിങ്ങൾ ഡോ ഡാമ്പിംഗ് വാല്യൂ കൂട്ടിക്കൊണ്ടുവരുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ റെസൊണൻസ് ഫ്രീക്വൻസി, അത് ഈ ഇക്വേഷൻ നോക്കിയാലും മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ഡോ ഹയർ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ നെഗറ്റീവ് വാല്യൂ, അതായത് ഒമേഗാർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അത് ഗ്രാഫിൽ നമുക്ക് വ്യക്തമാണ്. ഒമേഗാർ എന്ത് ചെയ്യും? കുറയും. അറ്റ് ദ സെയിം ടൈം ഒമേഗാർ കുറയുന്ന സമയത്ത് എന്തും കുറയുമെന്ന് പറഞ്ഞാൽ MR കുറയും. MR എന്ന് പറഞ്ഞാൽ റെസൊണൻറ്റ് പീക്കും എന്ത് ചെയ്യും? കുറയും. കാരണം പീക്ക് വാല്യൂ കുറഞ്ഞു. ഇതാണല്ലോ നമ്മുടെ റെസൊണൻറ്റ് പീക്ക്. ഇതാണ് ഈ 0.4ൻ്റെ റെസൊണൻസ് പീക്കാണിത്. ഇത് 0.6 ആകുമ്പോഴേക്കും അത് കുറഞ്ഞു. 0.8 നമുക്കത് പിന്നെയും കുറഞ്ഞു. അപ്പോൾ ഒമേഗാറും അതേ പ്രശ്നം തന്നെ. ഇവിടെ ഹൈ വാല്യൂ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് എത്തുമ്പോൾ ഒമേഗാർ എന്ത് ചെയ്തു? കുറഞ്ഞു വരികയാണ്. ശരിയല്ലേ? ഇത് താഴേക്ക് ഇവിടെ ഹൈ വാല്യൂ ഉണ്ടായിരുന്നു, ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഡോ കൂടുമ്പോൾ ഒമേഗാറും കുറയും, അറ്റ് ദ സെയിം ടൈം MR എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പീക്ക് ഡൊമെയിൻ അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് ഓർക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്, പല സ്ഥലത്ത് ആവശ്യമുള്ള റിലേഷനാണ്. ക്ലിയർ? ഇതാണ് നമ്മൾ ഒമേഗാറിൻ്റെ കൺസെപ്റ്റ്, അതായത് റെസൊണൻസ് ഫ്രീക്വൻസീൻ്റെ കൺസെപ്റ്റ്. ഇനി നമുക്കിതേപോലെ അടുത്തൊരു പാരാമീറ്റർ പഠിക്കാനുള്ളത് റെസൊണൻസ് പീക്കാണ്. നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസിയാണ് പഠിച്ചത്, റെസൊണൻസ് പീക്കാണ്. സിമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, MR ആണ്. ഓക്കെ, അപ്പം MR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് റെസൊണൻസ് പീക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, അതായത് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ? T(j⍵r) മാക്സിമം വാല്യൂ, അതായത് MR ആയിരിക്കും. അപ്പോൾ T(j⍵r) നമുക്ക് എങ്ങനെ എഴുതാം? MR = 1/1 - u² plus 4(2)u²² അല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്ത് എക്സ്പാൻഷനൊക്കെ നടക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 4(2) - 4(4)(2). ഓക്കെ, ഇത് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ യുവിന് പകരം നമ്മുടെ പീക്ക് കിട്ടുമ്പോഴുള്ള യു ഓർക്കുന്നുണ്ടോ? ഇതാണ് പീക്ക് കിട്ടുമ്പോഴുള്ള യു. ഓക്കെ, ഈ യു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ്, യുവിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡോയിലേക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് MR ആസ് 1/2 ഡോ into √1 - ഡോ². MR = 1/2 ഡോ into √1 - ഡോ². This is the resonance peak value. ഇത് എപ്പോൾ മാത്രമേ വാലിഡ് ആവുള്ളൂ? വെൻ ഡോ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. കാരണം അവിടെ മാത്രമേ റെസൊണൻസ് ഒക്കർ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് ഒക്കർ ചെയ്യുന്നില്ല. അപ്പോൾ ഡോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 മാത്രമാണ് ഈ പോയിൻ്റ് വാല്യൂ ആവുന്നത്. ഓക്കെ, അതായത് ഫോർ യുവർ ഡോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0.707 എന്താ സംഭവിക്കുന്നത്? അവിടെ എന്ന് വെച്ചാൽ പീക്ക് വാല്യൂ വരിക. അത് ഈക്വൽ ടു 0.7 എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ DC വാല്യൂ അല്ലേ? സോ അവിടെ DC വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ പീക്ക് വാല്യൂ തന്നെ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു ഈ റെസൊണൻസ് പീക്കിൽ ഇഫ് യുവർ DC ഗെയിനെ നമ്മൾ K ആക്കി കൊടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾക്ക് MR എന്ത് കിട്ടും? ദാറ്റ് വിൽ ബി K √2 ഡോ into √1 - ഡോ². നമുക്ക് റെസൊണൻസ് പീക്കിനെ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ക്ലിയർ? ഇവിടെ K ഗെയിൻ വരുന്നില്ല. അപ്പോൾ K ഗെയിൻ വരാൻ സ്ഥിതിക്ക് 1/2 ഡോ into √1 - ഡോ². K വരുമ്പോൾ 2 ഡോ into √1 -
ഡോ സ്ക്വയർ. ക്ലിയർ? ഇവിടെ നമുക്ക് സെയിം അനാലിസിസ് നടത്താം. എന്തൊക്കെ? ആസ് ഡോ കൂടുമ്പോൾ ഒമേഗ ആർ കുറയും, അതുപോലെ തന്നെ എം ആറും കുറയും. ക്ലിയർ? കാരണം നിങ്ങളുടെ ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഓരോ ഇൻസ്റ്റൻറ്റിലെ വാല്യൂകൾ എടുക്കുന്നു. നിങ്ങളിപ്പോൾ സപ്പോസ് ഇവിടെ ഡോ 0 കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഡോ സീറോ എന്ന് വെച്ചാൽ ഈ വാല്യൂ, അതായത് ഡോ 0 കൊടുക്കുന്നു. ഡോ 0 കൊടുക്കുമ്പോൾ നിങ്ങളുടെ എം ആർ എങ്ങോട്ടാണ് പോവുക എന്ന് പറഞ്ഞാൽ എം ആർ വിൽ ഗോ ടു ഇൻഫിനിറ്റി. ഡോ 0 കൊടുക്കുമ്പോൾ നിങ്ങളുടെ എം ആർ ഇങ്ങനെ പോവും, ഇവിടെ നിന്ന് ഇങ്ങനെ പോവും. ദിസ് വിൽ ബി ദ ഡോ ഈക്വൽ ടു 0. ഇതാണ് നിങ്ങളുടെ ഡോ 0 ആകുമ്പോഴുള്ള വാല്യൂ വരിക. എം ആർ ഇൻഫിനിറ്റിയിലേക്ക് പോവും. അപ്പോൾ ഈ ഡോ 0 കൊടുക്കുമ്പോൾ ആസ് ഡോ ഈസ് 0 നിങ്ങളുടെ എം ആർ ഇൻഫിനിറ്റിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഈ നിങ്ങളുടെ ഇക്വേഷനിൽ ഡോ 0 കൊടുക്കുക. ഡോ 0 കൊടുക്കുമ്പോൾ വാട്ട് വിൽ ബി ഹാവൻ? എം ആർ ഇൻഫിനിറ്റി. അതായത് ഡോ 0 കൊടുക്കുമ്പോൾ ഇവിടെ ഡോ 0 കൊടുത്തു കഴിഞ്ഞാൽ ഒമേഗ ആർ എന്ന് പറഞ്ഞാൽ എന്താവും? ഒമേഗ ആർ വിൽ ബി ഈക്വൽ ടു ഒമേഗ എൻ. നിങ്ങളുടെ ഒമേഗ ആറും ഒമേഗ എന്നും എന്താവും? ഈക്വൽ ആവും. ക്ലിയർ? ഇതാണ് നമ്മുടെ അനാലിസിസ് ആയിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് അനാലിസിസുകളാണ്. ഈ രണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് കംപ്ലീറ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ബോർഡേ പ്ലോട്ടും മറ്റുള്ള കാര്യങ്ങളും എടുക്കാണ്ട് അതിന് മുന്നോടിയായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, ഒരു ചെറിയൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനിൽ ഡോ ആണ് കാണാൻ പറയുന്നത്. ഡോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇതാണ് ഒമേഗ, ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്. ഓക്കെ, ഇത് ടി ഓഫ് ജെ ഒമേഗ. ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് 2.5, ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് 1. ഓക്കെ, നമുക്കറിയാം ഇതാണ് നമ്മുടെ ഒമേഗ ആറ്. നിങ്ങൾ ഡോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഈ വാല്യൂ, അതായത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ ആണ്? ഇറ്റ് ഈസ് ദ ഗെയിൻ. ഇതും ഗെയിൻ തന്നെയാണ്. ഗെയിൻ എത്ര ഫ്രീക്വൻസിയിൽ? 0 ഫ്രീക്വൻസിയിൽ. ആ ഗെയിൻ എത്രയാണ്? 0 ഫ്രീക്വൻസിയിൽ 1. അതായത് അതെന്താ സാധനം? ദാറ്റ് വിൽ ബി ദ ഡി സി ഗെയിൻ. അതിനാണ് നമ്മൾ ഡി സി ഗെയിൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ ഒമേഗ ആർ ആരാണ്? നമ്മളെ റെസണൻറ്റ് ഫ്രീക്വൻസിയാണ്. ശരിയല്ലേ? റെസണൻറ്റ് ഫ്രീക്വൻസിയിലെ ഹയസ്റ്റ് പീക്കിനാണ് നമ്മൾ എം ആർ എന്ന് വിളിക്കുന്നത്. കറക്റ്റ്. അപ്പം എം ആർ വിൽ ബി ഈക്വൽ ടു 2.5 തന്നിട്ടുണ്ട്. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 ഡോ ഈക്വൽ ടു 1 മൈനസ് ഡോ സ്ക്വയർ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എം ആർ. സോ 1/2 ഡോ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 2.5. ഓക്കെ, ഇപ്പോൾ 2 ഡോ ഇൻറ്റു 1 മൈനസ് ഡോ സ്ക്വയർ ഈക്വൽ ടു 0.4. ക്ലിയർ? ഇത് നമ്മളൊന്ന് മാറ്റി ചെയ്ത 4 ഡോ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഡോ സ്ക്വയർ ഈക്വൽ ടു 0.16 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഇത് പുട്ടിയാൽ, ഞാനിപ്പോൾ ഓപ്ഷൻ തന്നിട്ടില്ല, അതുകൊണ്ട് കണ്ടുപിടിക്കുക. ഇഫ് യു ഡു ദ മാത്സ് യു വിൽ ബി ഗെറ്റിംഗ് ഡോ ആസ് 0.2. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതിൻ്റെ അകത്തുള്ള ഇൻഫറൻസുകൾ വളരെ പ്രധാനമാണ്. അതായത് ഇതാണ് നിങ്ങളുടെ ഡി സി ഗെയിൻ എന്നുള്ള കാര്യം ഓർക്കണം. ഇതാണ് നിങ്ങളുടെ മാക്സിമം വാല്യൂ എന്നുള്ള കാര്യം അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കി ഇനി റെസണൻസ് ഫ്രീക്വൻസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ട, അതുപോലെ തന്നെ 3 dBൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ബേസിക്കലി നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് അറിയേണ്ട 2 ഫോർമുലകൾ. ഒമേഗ ആർ എൻ ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു 1 മൈനസ് 2 ഡോ സ്ക്വയർ എന്നുള്ളതും, അതുപോലെ തന്നെ എം ആർ ഈക്വൽ ടു 1/2 ഡോ ഇൻറ്റു 1 മൈനസ് ഡോ സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ് നമുക്ക് അറിയാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എടുക്കാനുള്ള നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ്. അതാണ് 3 dB ബാൻഡ് വിഡ്ത്ത്. എന്താണ് നമ്മളൊരു 3 dB ബാൻഡ് വിഡ്ത്ത്? എന്താണ് ഒരു 3 dB ബാൻഡ് വിഡ്ത്ത് എന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? എന്താണ് ഒരു 3 dB ബാൻഡ് വിഡ്ത്ത് എന്ന് നമുക്ക് നോക്കാം. 3 dB ബാൻഡ് വിഡ്ത്ത് ഈസ് നത്തിങ് ബട്ട്, നമുക്കറിയാം എന്താണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. ശരിയല്ലേ? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. ഒരു സിഗ്നൽ ഒക്യൂപ്പൈ ചെയ്യുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. നമുക്കറിയാം ഒരു റേഡിയോ അങ്ങനത്തെ സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ ആ റേഡിയോയുടെ സിഗ്നൽ ഒരു റേഞ്ചിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഡിസ്റ്റോഷൻ സംഭവിക്കും. കാരണം വേറൊരു ഫ്രീക്വൻസി ആയിട്ട് അത് മാച്ച് ആവും, അങ്ങനെ ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ എറർ സംഭവിക്കും.
അല്ലേ? അപ്പോൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു റേഞ്ച്, അതാണ് നമ്മളെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം കുറവാകുന്നു അത്രത്തോളം നല്ലതാണ് ആക്ച്വലി. ഓക്കെ, അത്രത്തോളം നല്ലതാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മളെ ബാൻഡ് വിഡ്ത്ത്. ഇനി എന്താണ് 3dB ബാൻഡ് വിഡ്ത്ത് എന്ന് നോക്കാം. കുറച്ച് ഇക്വേഷനിലൂടെ പോവാം. ഒമേഗ 0 ആകുമ്പോൾ നിങ്ങളുടെ എം എന്താ വരിക? എം കെ അല്ലേ? കാരണം MR = K / എന്നല്ല. അപ്പോൾ ഒമേഗ 0 ആകുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ്, അതായത് 0 ഫ്രീക്വൻസി 0 അങ്ങനെ വിളിച്ചാൽ മതി. 0 ഫ്രീക്വൻസിയിൽ DC ഗെയിൻ എത്രയാണ്? K അല്ലേ? ഇനി അറ്റ് ഒമേഗ = ഒമേഗ സി. ഒമേഗ സി എന്ന് പറയുന്ന പുതിയൊരു ടേമാണ്. ഒമേഗ സി എന്ന് പറയുന്ന സാധനം കട്ട് ഓഫ് ഫ്രീക്വൻസി. ക്ലിയർ? കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ യുവർ എം വിൽ ബി = K/√2. അതിൻ്റെ കാരണം എന്താ? ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ ബിയോണ്ട് പോയി കഴിഞ്ഞാൽ, അല്ല ബിയോണ്ട് അല്ല, ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ കിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ നമ്മൾ പറയുന്നത്? കാരണം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഡോ എത്രയായിരിക്കണം? ഡോ ഷുഡ് ബി ലെസ് ദാൻ 1/2. ബിയോണ്ട് ആയിക്കഴിഞ്ഞാൽ റെസണൻസ് ഒക്കർ ചെയ്യില്ല, അപ്പം കട്ട് ഓഫ് ഒക്കർ ചെയ്യില്ല. അപ്പോൾ ആ √2ൻ്റെ വാല്യൂ ആണ് ഇത്, K/√2. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ പവർ ഉണ്ടല്ലോ, പവർ ഈസ് പ്രപ്പോർഷണൽ ടു m², മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷനാണ്. സോ ഇഫ് പവർ അറ്റ് ഒമേഗ = 0 നമുക്ക് എങ്ങനെ എഴുതാം? അത് എന്തിന് പ്രപ്പോർഷനാണെന്ന് എഴുതാം? K² പ്രപ്പോർഷണൽ ചെയ്ത് എഴുതാം. പവർ അറ്റ് ഒമേഗ = ഒമേഗ സി എന്തിന് പ്രപ്പോർഷണൽ എഴുതുന്നു പറയാം? നമുക്ക് K/√2² ഈ എമ്മിന് പകരം കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് K² / 2. ക്ലിയർ? ഈ ഒമേഗ = ഒമേഗ സി എന്തിന് പ്രപ്പോർഷനാന്ന് പറഞ്ഞു? K² / 2. അതായത് പവറിൻ്റെ ഹാഫ്, ശരിയല്ലേ? ഹാഫ് ഓഫ് ദ പവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒമേഗ സിയെ വേറൊരു പേര് വിട്ട് വിളിക്കാറുണ്ട്. ദിസ് ഈസ് കോൾഡ് ആസ് യുവർ ഹാഫ് പവർ ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വിളിക്കാറുണ്ട്, ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് വിളിക്കാറുണ്ട്, പുതിയൊരു പേരും കൂടി ഇട്ട് വിളിക്കും. അതാണ് 3dB ഫ്രീക്വൻസി. ക്ലിയർ? അതാണ് നമ്മുടെ 3dB ഫ്രീക്വൻസി. ഈ 3dB എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, MdB എടുത്തു കഴിഞ്ഞാൽ ഒമേഗ = 0 യു വിൽ ബി ഗെറ്റിംഗ് എ ഗെയിൻ log 10⁻⁻K. ഒമേഗ = ഒമേഗ സിയിൽ ഇറ്റ് വിൽ ബി log 10⁻⁻K മൈനസ് ആര് വരും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √2. 1/√2 ആണ്, മുകളിലേക്ക് √2. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 10 log 10⁻K മൈനസ് √2² ആണ് നമ്മൾ ഇപ്പുറത്തേക്ക് വരിക. റൈസ് ടു 1/2 ഡിവൈഡഡ് ബൈ 2 വരും. യു വിൽ ബി ഗെറ്റിംഗ് 10 log 10⁻2 10 മൈനസ് 3dB. ഇതിനെയാണ് നമ്മൾ 3dB ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ? 10 log 2⁻10 നമ്മൾ 3dB ഫ്രീക്വൻസി പറയുന്നത്. അതായത് ഒരു ഡിഫറൻസ് ആണത് ആക്ച്വലി. ഓക്കെ, അത് പറയുവാണെങ്കിൽ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് തരുവാണെങ്കിൽ, ഇഫ് സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഒമേഗ എന്ന് വിചാരിക്കുന്നു, ഇതാണ് നിങ്ങളുടെ K എന്ന് വിചാരിക്കും. ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്, ഇത് നിങ്ങളുടെ K. നിങ്ങളുടെ M എവിടെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, M = K / √1 - u² പ്ലസ് 4 ∂2 u². ഈ വാല്യൂ ആണ് ഈക്വൽ ടു എന്തെന്നും പറഞ്ഞ് എഴുതിയത്? √2 എന്ന് പറഞ്ഞ് എഴുതിയത്. ശരിയല്ലേ? ഈ മാഗ്നിറ്റ്യൂഡ് K/√2 ആണ്. അപ്പോൾ √2 ആണിത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 2 = 1 - u² പ്ലസ് 4 ∂2 u² എന്ന് എഴുതാം. ക്ലിയർ? ഇനി നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് നടത്തി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് u² ആസ് മൈനസ് ഓഫ് 2 ∂2 - 1 പ്ലസ് √4 ∂4 മൈനസ് 4 ∂2 പ്ലസ് 2 ⁻½ എന്ന് വരും. ഓക്കെ, ഇതിന് യുവിന് നമ്മൾ യുവിന് നമ്മൾ ω/ωn കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഒമേഗ = ωn × 1 - 2 ∂2 പ്ലസ് √4 ∂4 മൈനസ് 4 ∂2 പ്ലസ് 2 ⁻½ എന്ന് വരും. ക്ലിയർ? ഈ സമയത്ത്, ഏത് സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്?
നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? k/√2. അതായത് ഏത് ഫ്രീക്വൻസി? ഒമേഗ സി. അപ്പോൾ ഈ ഫ്രീക്വൻസി, അതായത് ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസിയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ യു ക്യാൻ റൈറ്റ് ഈ ഒമേഗ പറയുന്നത് ഒമേഗ സി എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഒമേഗ സി ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു 1 - 2 ഡോ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 4 ഡോ റേസ് ടു 4 മൈനസ് 4 ഡോ സ്ക്വയർ പ്ലസ് 2 എന്ന് എഴുതാം. ഹോൾ റേസ് ടു, മൊത്തം റേസ് ടു ഹാഫ് വരും. ക്ലിയർ? ഇതിന് ഞാൻ അപ്രോക്സിമേഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒമേഗ സീൻ്റെ വാല്യൂ ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾക്കത് ഓർത്ത് വെക്കണം. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് യുവർ ഒമേഗ സി. ഓക്കെ, സോ നമ്മൾ ഈ k/√2 ആ പവർ, ഹാഫ് പവർ വരുന്ന സാധനം നമ്മളിവിടെ പുട്ട് ചെയ്യുമ്പോഴാണ്, അപ്പോൾ നമുക്ക് 2ഉം ഇത് ഈക്വലാന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് വരുന്നത്. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഇതങ്ങനെ പഠിക്കണമെന്നില്ല, ബട്ട് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അതാണ് നമ്മുടെ ഒമേഗ സി. ഇനി ഒമേഗ സിയിൽ പറഞ്ഞു, ഒമേഗ സി എന്ന് പറയുന്നത് ഈ ഗ്രാഫ് ത്രൂ നമ്മൾ മാഗ്നിറ്റ്യൂഡ് വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഇതാ ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും, അതാണ് ഈ ഒമേഗ സി. അത് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പീക്കിലെത്തും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഷിഫ്റ്റാണ് ഒമേഗ സി വരുന്നത്. ക്ലിയർ? ഇനി അത് MdBയിൽ എഴുതുവാണെങ്കിലോ, MdBയിൽ എഴുതുമ്പോൾ ഈ ഗെയിൻ വെറുതെ ഉള്ള ഗെയിൻ ആവില്ല. ഇറ്റ് വിൽ ബി 20 log 10 to the base ഇതായിരിക്കും. ഇതാണ് ആ വാല്യൂ. ഈ ഷിഫ്റ്റിനെയാണ് നമ്മൾ 3 dB എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഒരു കുറവ് കാണുന്നില്ലേ, ഈ കുറവിനെയാണ് നമ്മൾ 3 dB എന്ന് പറയുന്നത്. ആ ചെറിയ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് 3 dB. അപ്പം കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി, അതായത് ഒമേഗ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി വേർ 3 dB ഒക്കേഴ്സ്. 3 dB ഒക്കർ ചെയ്യുന്ന ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ പറയുക കട്ട് ഓഫ് ഫ്രീക്വൻസി. അതുകൊണ്ടാണ് ആ കട്ട് ഓഫ് ഒമേഗ സിക്ക് 3 പേരുകൾ പറയുന്നത്. എന്തൊക്കെ? 3 dB ഫ്രീക്വൻസി, കട്ട് ഓഫ് ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസി, അതാണ് 3 dB 3 dB ഫ്രീക്വൻസി അല്ല, 3 dB ബാൻഡ് വിഡ്ത്ത്. 3 dB ഫ്രീക്വൻസി ഓർ ബാൻഡ് വിഡ്ത്ത്, വാട്ട് എവർ സെയിം. ഓക്കെ, 3 dB ഫ്രീക്വൻസി. ദെൻ അതുപോലെ തന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസി, അതുപോലെ ഹാഫ് പവർ ഫ്രീക്വൻസി. ഹാഫ് പവറിലാണ് നമുക്കത് ഒക്കർ ചെയ്യുന്നത്. ഹാഫ് പവർ നിങ്ങൾ എടുക്കുമ്പോഴാണ്, ഹാഫ് പവർ എടുത്ത് നമ്മൾ ഗെയിനിലേക്ക് പുട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 dB എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ആ 3 dB കിട്ടുന്ന ഫ്രീക്വൻസിയാണ് ഒമേഗ സി. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മൾ പഠിച്ചു ഇഫ് ഡോ ഇൻക്രീസസ് നിങ്ങളുടെ ഒമേഗ ആർ കുറയും, നിങ്ങളുടെ MR കുറയും. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ ഒമേഗ സി ഓൾസോ വിൽ ഡിക്രീസ്. ഒമേഗ സിയും എന്ത് ചെയ്യും? കുറയും. ഇനി ഇഫ് യുവർ ഡോ ഈസ് എ കോൺസ്റ്റൻറ്റ്, നിങ്ങൾ ഡാമ്പിംഗ് റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ ഒമേഗ N കൂടും, നാച്ചുറൽ ഫ്രീക്വൻസി കൂടും, ഒമേഗ R കൂടും, ഒമേഗ സി കൂടും, പക്ഷേ MR വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഈ 2 റിലേഷൻ ഓർത്ത് വയ്ക്കുക. MR വിൽ ബി എ കോൺസ്റ്റൻറ്റ്. കാരണം ഒമേഗ ആറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒമേഗ N ഇൻറ്റു റൂട്ട് ഓഫ് 1 - 2 ഡോ സ്ക്വയർ ആണ്. ദെൻ MRൻ്റെ ഫോർമുല K/2 ഡോ ഇൻറ്റു റൂട്ട് ഓഫ് 1 - ഡോ സ്ക്വയർ ആണ്. ക്ലിയർ? അപ്പം ഡോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ ഇവർക്ക് വേറെ എഫക്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് MR ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. പക്ഷേ ഇവിടെ ഡോ കോൺസ്റ്റൻ്റ് ആയാലും നമുക്ക് ഒമേഗ എന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂവിനെ അപ്രോച്ച് ചെയ്യാം. ക്ലിയർ? അപ്പം അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അതാണ് 3 dBയുടെ കൺസെപ്റ്റ്. 3 dB സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമുക്ക് ആ ചെറിയ ഷിഫ്റ്റ്, ആ ഷിഫ്റ്റിനെയാണ് നമ്മൾ 3 dB എന്ന് പറയുന്നത്. 3 dB ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അതിൻ്റെ വാല്യൂ ആണിത്. വാല്യൂ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പറയാവുന്നേ ഉള്ളൂ. 3 dB. ഇനി 3 dB കുറേ സ്ഥലത്ത് നമ്മൾ ലോഗ് പഠിക്കുമ്പോൾ പിന്നെയും കയറി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് 3 dB ഇതാണെന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, 3 dB ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസി അറിയാം. ആ 3 dB ഏത് പവറിലാണ് ഒക്കർ ചെയ്യുന്നത്? ഹാഫ് പവറിലാണ് ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നതെന്നും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ 3 dBയിലുള്ള ഗെയിൻ എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? ഇറ്റ് വിൽ ബി K/√2. ശരിയല്ലേ? K/√2 മാഗ്നിറ്റ്യൂഡാണ്. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്.
അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര k/√2. പവർ എത്രയാണ് ഹാഫ് പവർ. മനസ്സിലായില്ലേ? ഒമേഗ ഫ്രീക്വൻസിയിൽ k, അതായത് നമ്മുടെ ഗെയിൻ k വരുന്നത്, ഗെയിൻ അല്ല ഐ മീൻ ആ വാല്യൂ k വരുന്നത് k/√2, പവർ എത്രയാണ് ഹാഫ് പവർ. ആ വരുന്ന ഫ്രീക്വൻസിയാണ് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതിൽ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷനുകളുടെ ബേസിൽ ഒമേഗ സി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ ആൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ആർ. ഇതാണ് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. നിങ്ങളുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി നിങ്ങളുടെ നാച്ചുറൽ ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണ്, അറ്റ് ദ സെയിം ടൈം റെസൊണൻറ്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ആണ്. ഓക്കെ, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഈ പീക്ക് പോയിൻ്റ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എന്താണ് വരുന്നതെന്ന് നോക്കാം. സോറി, ഒമേഗ അല്ല, വിത്ത് റെസ്പെക്ട് ടു ഡോ. പീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ നമ്മളുടെ എം ആർ വിത്ത് റെസ്പെക്ട് ടു ഡോ വരക്കുമ്പോൾ എന്താണ് വരിക? എം ആർ വിത്ത് റെസ്പെക്ട് ടു ഡോ വരക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും. കാരണം ഈ പോയിൻ്റാണ് 1/2. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? നമ്മൾ പക്ഷേ നമ്മുടെ പീക്ക് ഓവർഷൂട്ട്, ഈ പീക്ക് ഓവർഷൂട്ട് ആരാ? പീക്ക് ഓവർഷൂട്ട് ടൈം ഡൊമൈനിലെ, അതായത് എം പിയും ഡോ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. ഇത് നമ്മളെ ടൈം ഡൊമൈനിലെ പഠിച്ചതാണ്. പക്ഷേ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വരുമ്പോൾ അത് റെസൊണൻറ്റ് ഫ്രീക്വൻസി ആവും. അത് ഇതുവരെ പോവും, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. അല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് വരിക. ക്ലിയർ? അതുപോലെ നമുക്കറിയാം നമ്മുടെ റെസൊണൻസിൽ നമ്മൾ പഠിച്ചതാണ് ടൈം റെസ്പോൺസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്മുടെ ബാൻഡ് വിഡ്ത്താണ് അല്ലേ? അതുപോലെ തന്നെ പ്രപ്പോർഷണൽ ടു ഒമേഗ എൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാൻഡ് വിഡ്ത്ത് പ്രപ്പോർഷണൽ ടു ഒമേഗ എൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ വേറൊരു പോയിൻറ്റും കൂടിയും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സിസ്റ്റം സ്ലോ ആണെന്ന് വിചാരിക്കും, അതായത് സ്ലോ സിസ്റ്റം ആണെന്ന് വിചാരിക്കും. ഈ സ്ലോ സിസ്റ്റം ആണെങ്കിൽ വാട്ട് വിൽ ബി ദർ ബാൻഡ് വിഡ്ത്ത്? സിസ്റ്റം സ്ലോ ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും? സിസ്റ്റം സ്ലോ ആണെങ്കിൽ ബാൻഡ് വിഡ്ത്തും കുറവായിരിക്കും. അത് ബാൻഡ് വിഡ്ത്ത് അധികം ഇല്ല. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് എന്താണ്? കുറവാണ്. അതായത് ഇഫ് നിങ്ങളുടെ റൈസ് ടൈം കൂടുകയാണ്, റൈസ് ടൈം കൂടുക എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് പൊങ്ങാനുള്ള സമയം, ഐ മീൻ അതിലെ പീക്കിലേക്ക് എത്താനുള്ള സമയം ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ റൈസ് ടൈം കൂടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സിസ്റ്റം പെട്ടെന്നല്ല സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്ന കുറേ സമയം എടുത്തിട്ടാണ്. ഇപ്പോൾ റൈസ് ടൈം കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിസ്റ്റം എന്താണ്? വളരെ സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഫാസ്റ്റ് ആവണമെങ്കിൽ, ഇഫ് ദ സിസ്റ്റം ഷുഡ് ബി ഫാസ്റ്റ് ആവണമെങ്കിൽ റൈസ് ടൈം കുറയണം, അറ്റ് ദ സെയിം ടൈം ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ സ്പീഡും ബാൻഡ് വിഡ്ത്തും എന്താണ്? പ്രപ്പോർഷനാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ? സ്പീഡും ബാൻഡ് വിഡ്ത്തും പ്രപ്പോർഷനാണ്. അതായത് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞാൽ, ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിസ്റ്റത്തിൻ്റെ സ്പീഡും എന്താണ്? കൂടുതൽ ആണ്. ഓക്കെ, അതുപോലെ ഒരു കൺക്ലൂഷൻ റിസൾട്ട് പറഞ്ഞുതരാം. ഇഫ് നിങ്ങളുടെ ഡോ കൂടുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് യുവർ എം പി ആൻഡ് എം ആർ? എം പിയും എം ആറും എങ്ങനെ ഉണ്ടാവുക? ബോത്ത് എം പി ആൻഡ് എം ആർ വിൽ റെഡ്യൂസ്. എം പി എന്ന് പറഞ്ഞാൽ പീക്ക് ഓവർ ഷൂട്ട് ഇൻ ടൈം റെസ്പോൺസ്, എം ആർ എന്ന് പറഞ്ഞാൽ റെസൊണൻറ്റ് പീക്ക് ഇൻ ദ കേസ് ഓഫ് യുവർ ഫ്രീക്വൻസി ഡൊമൈൻ. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനും ടൈമുമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. 2 പ്രോബ്ലം ഉണ്ട് ആക്ച്വലി. 2 പ്രോബ്ലത്തിലെ കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്ന് ഒം ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് j10√2 ഒമേഗ. കാൽക്കുലേറ്റ് ഒമേഗ ആർ ആൻഡ് എം ആർ. ഒമേഗ ആറും എം ആറും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇത് നമ്മളിതിൻ്റെ ബേസ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യണം. ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ ആദ്യം നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ബേസ് ഇക്വേഷനായിട്ടൊരു ഇക്വേഷൻ എടുക്കാം, അതാണിത്. ക്ലിയർ? ഈ ഇക്വേഷനായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2j ഡോ ഒമേഗ എൻ ഇൻറ്റു ഒമേഗ. ക്ലിയർ? ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഒമേഗ എൻ സ്ക്വയർ ആസ് 100, അതായത് ഒമേഗ എൻ ഈക്വൽ ടു 10.
2 ഡോ ഒമേഗ എൻ കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 10 റൂട്ട് 2 ഒമേഗ. ഒമേഗ എൻ ഇൻറ്റു ഒമേഗ ഉണ്ട്, ഇതാ 2 ഡോ ഒമേഗ എൻ ഒമേഗ. അപ്പോൾ 10 റൂട്ട് 2 ഒമേഗ. ഒമേഗയും ഒമേഗയും കട്ടായി പോവും. നമുക്കിവിടെ ഒമേഗ ഓൾറെഡി 10 എന്നറിയാം. അപ്പം 10ഉം 10ഉം കട്ടായി പോവും. ഡോ വിൽ ബി ഈക്വൽ ടു 1/√2. ശരിയല്ലേ? നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ഒമേഗ ആറാണ്. ഒമേഗ ആറ് എന്ന് പറഞ്ഞാൽ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 2 ഡോ സ്ക്വയർ. ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് 10 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു ഡോ സ്ക്വയർ. ഡോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/√2 ദ ഹോൾ സ്ക്വയർ. സോ 1 മൈനസ് 1 ആൻസർ 0 വരും. എം ആറ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ആറ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എം ആർ ആസ് 1. അതായത് ഫ്രീക്വൻസി ഇല്ല, റെസൊണൻറ്റ് ഫ്രീക്വൻസി ഇല്ല. അതായത് ഗെയിൻ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 1. അതായത് പീക്ക് വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 1. ക്ലിയർ? അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. എം ആർ ഈക്വൽ ടു 1/2 ഡോ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ എന്ന് ഇട്ടാലും നിങ്ങൾക്ക് അഗെയിൻ 1 മൈനസ് ഡോ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, അതായത് 1/√2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഡി സി വാല്യൂ ആണ്. അതായത് പീക്ക് വാല്യൂ വിൽ ബി 1. ഓക്കെ, 1/√2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പീക്ക് വാല്യൂ വിൽ ബി 1. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലം തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് J10 ഒമേഗ. ഞാൻ വരുത്തിയ ഡിഫറൻസ് ഈ √2നെ ഒഴിവാക്കി ഈ പ്രോബ്ലത്തിൽ നിന്ന്. അപ്പം ഇവിടെ ഒമേഗ എൻ സ്ക്വയർ ഒമേഗ എന്നിലൊന്നും മാറ്റം വരുന്നില്ല. എന്തിലാണ് മാറ്റം വരുന്നത്? 2 ഡോ ഒമേഗ എൻ ഇൻറ്റു ഒമേഗ ഈക്വൽ ടു 10 ഒമേഗ എന്ന് വരും. ഇപ്പോൾ ഡോ വിൽ ബി 0.5. ഡോ 0.5 ആണെങ്കിൽ ഒമേഗ ആർ ഈക്വൽ ടു 10 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 2 ഡോ സ്ക്വയർ. യുവർ ഇക്വേഷൻ വിൽ ബി 10 ഇൻറ്റു റൂട്ട് ഓഫ് 0.5. അതായത് 10/√2. ഇറ്റ് വിൽ ബി 7.07. ഒമേഗ ആർ 7.07 കിട്ടും. വിൽ ബി ഗെറ്റിംഗ് എം ആർ ആസ് 1/2 ഡോ ഇൻറ്റു 1 മൈനസ് ഡോ സ്ക്വയർ. വിൽ ബി ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ആസ് 2/√3. ക്ലിയർ? അങ്ങനെ രണ്ട് പ്രോബ്ലം ചെറിയൊരു മാറ്റം വരുമ്പോൾ ഡിഫറൻസ് വരുന്നത് നിങ്ങൾ നോക്കുക. അതാണ് ഡിഫറൻസ്. ഓക്കെ, വൺ മോർ പ്രോബ്ലം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് for second order underdamped system. Second order underdamped system, magnitude of frequency response is 5 at 0 radian per second. Then the magnitude peaks to 10/√3 at 5/√2 radian per second. Calculate the transfer function of the system. Transfer function ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് അറ്റ് 0 റേഡിയൻ പെർ സെക്കൻഡ്സ്. 0 റേഡിയൻ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഇല്ല. ഫ്രീക്വൻസി ഇല്ല എന്ന് പറഞ്ഞാൽ ഡി സി ഗെയിനാണ് അവർ പറയുന്നത്. ആ ഡി സി ഗെയിൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5. ക്ലിയർ? അതായത് ഡി സി ഗെയിൻ 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. ഇനി മാഗ്നിറ്റ്യൂഡ് പീക്ക് ചെയ്യുന്നു എത്രയിൽ? അപ്പോൾ പീക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് തന്നിരിക്കുന്ന എം ആർ ആണ് അറ്റ് ദിസ് വാല്യൂ. അതായത് ഇത് ഒമേഗ ആറാണ്. ക്ലിയർ? അപ്പം ആദ്യം നമുക്ക് ഒമേഗ ആർ ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 2 ഡോ സ്ക്വയർ കാണാം. അപ്പോൾ ഒമേഗ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/√2 ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 2 ഇൻറ്റു ഡോ എന്ന് പറയുന്നത് ഓക്കെ ഡോ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഡോ കണ്ടുപിടിക്കണം നമുക്ക് എം ആർ നടക്കുകയുള്ളൂ. അപ്പോൾ എം ആർ ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ 2 ഡോ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ. കെ എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡോ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ. ഇത് എത്രയാണെന്ന് പറയുന്നുണ്ട്? 10/√3. ഓക്കെ, അപ്പം 5/2 ഡോ ഇൻറ്റു 1 മൈനസ് ഡോ സ്ക്വയർ ഈക്വൽ ടു 10/√3. ഓക്കെ, യു ഹാവ് ടു ഡു സം കാൽക്കുലേഷൻസ്. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഡോ ആസ് 2 വാല്യൂസ്.
ഓക്കെ, ഒരു 0.5 കിട്ടും, അതുപോലെ തന്നെ 0.866 കിട്ടും. ഓക്കെ, ഇതിലേതാ വാലിഡ് വാല്യൂ? നിങ്ങളുടെ ഡോ എപ്പോഴും <1/2 ആയിരിക്കണം. അപ്പോൾ 0.5 ആണ് വാലിഡായിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. 0.66 എന്താണ്? ഇറ്റ് ഈസ് ഇൻവാലിഡ് വാല്യൂ, കാരണം >1/√2 പോകുന്നു, അത് ഇൻവാലിഡാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, സോ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി ഈ ഡോ എടുത്തിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 - 2 × 0.5ൻ്റെ സ്ക്വയർ. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്തു നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ഒമേഗ n is equal to 5 radian/second. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് എഴുതേണ്ടത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാനാണ് നമ്മൾ അറിയേണ്ടത്. ഇറ്റ് ഈസ് k⍵n² / s² + 2 ഡോ ⍵ns + ω. നമ്മൾ സാധാരണ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെ, ഇതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. ട്രാൻസ്ഫർ ഫംഗ്ഷനെ അസിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി -ω ഒന്ന് കാണണ്ട, സാധാ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. ഈ കെൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 5 × ⍵n² 25, s² + 2 ഡോ എന്ന് പറഞ്ഞാൽ 2 × 0.5 × ⍵n 5 s + 25. So your equation will be 125 divided by s² plus 2 × 0.5 1, അപ്പോൾ 5s plus 25. So this is your transfer function. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മളിന്ന് എടുത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഫോർമുലകളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ഈ ഫോർമുലയാണ് കാര്യമായിട്ട് അറിയാനുള്ളത്. അതുപോലെ 0 dB എന്ന് പറഞ്ഞാൽ DC ഗെയിൻ ആണെന്നുള്ള കാര്യം കൂടി അറിയണം. ഓക്കെ, ആ ഫോർമുല യൂസ് ചെയ്ത് ഫോർമുല അറിയുവാണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഈ റിലേഷനും കൂടി ഓർക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസിൽ അറിയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ബോർഡേ പ്ലോട്ടും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ബോർഡേ പ്ലോട്ടിൻ്റെ ഡിസ്കഷനാണ് നടത്തുക. സോ ഫ്രം നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി വിൽ ഡിസ്കസ് യുവർ ബോർഡേ പ്ലോട്ട്. ഓക്കെ, ബോർഡേ പ്ലോട്ടും ഡിസ്കഷനും ബാക്കി ഫ്രീക്വൻസി ഡൊമൈനിൽ ബാക്കി വരുന്ന കാര്യങ്ങൾ മൊത്തം അടുത്ത ക്ലാസ്സുകളിൽ തൊട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് വീണ്ടും ബോർഡേ പ്ലോട്ടുമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ടൈം ഡൊമൈനും ഫ്രീക്വൻസീൻ്റെ റെസ്പോൺസും ഫ്രീക്വൻസി ഡൊമൈനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി 2-3 വലിയ ഈ ബോർഡേ പ്ലോട്ട്, നൈക്വിസ്റ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണുള്ളത്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.